10 വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ മനോരമയിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ ആളുടെ കരിയറിൽ ആൾ നോക്കുന്ന കാര്യങ്ങൾ, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യും, ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങും, അത് മാത്രമല്ല 2-3 ഭാഷകളിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നടനായി മാറുന്നത് അന്നേ പൃഥ്വിരാജ് മുൻകൂട്ടി കണ്ടിരുന്നു. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം. അപ്പോൾ ആടുജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ആടുജീവിതമാണ് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് 100 കോടി നേടിയിരിക്കുന്ന സിനിമ. ആ ഒരു സിനിമയായി മാറിയതിൽ ഏറ്റവും വലിയൊരു ഘടന പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ തന്നെയാണ്. കാരണം അത്രയും വലിയ ആ ഒരു നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്കുള്ള ആ ഒരു കഥാപാത്ര മാറ്റം, അത് മാത്രമല്ലാതെ സിനിമ മൊത്തത്തിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനെ കാണാതിരിക്കില്ലായിരുന്നു. കാരണം പണ്ട് പൃഥ്വിരാജിനെ കൂടുതൽ ആൾക്കാർ കളിയാക്കിയിരുന്ന ഒരു പേരാണ് രാജപ്പൻ എന്ന് പറഞ്ഞിട്ട്. പഴയ കുറേ സിനിമകളിൽ രാജപ്പന്റെ പടം പൊട്ടിയെ ഇങ്ങനെ ഓരോ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ആളുടെ ശരീരഭാഷയാണെങ്കിലും അഭിനയ രീതിയാണെങ്കിലും കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമകളല്ല അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്നൊരു സിനിമയുണ്ട്. കാരണം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, അക്ഷയ് കുമാറിനെ ടൈഗർ ഷ്രോഫിനൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് വീക്ക് ഒരു സിനിമ വരുന്നുണ്ട്. ആ ഒരു സിനിമയിലെ വില്ലനായിട്ട് പൃഥ്വിരാജ് വരുന്നത്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് അതിന് ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ വില്ലനായിട്ട് പൃഥ്വിരാജിനെ തന്നെ ഇയാൾക്ക് വേണമായിരുന്നു ഈ ഡയറക്ടർക്ക്. പക്ഷെ പൃഥ്വി ആണെങ്കിൽ ഓൾറെഡി ആൾ കമ്മിറ്റ് ചെയ്ത സിനിമകളൊക്കെ തിരക്കായ കാരണം ആൾക്കൊട്ടും ക്യാരക്ടർ ഇഷ്ടമായി, പക്ഷെ പടം ചെയ്യാനൊട്ടും നിവൃത്തില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇപ്പോൾ ആൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതിലെ മെയിൻ സ്റ്റാർസ് ആയിട്ടുള്ള അക്ഷയ് കുമാറിൻ്റെയും ടൈഗറിൻ്റെയും റേറ്റ്സ് മാറ്റി റീഅറേഞ്ച് ചെയ്തിട്ടാണ് ആൾ ഈ ഒരു പൃഥ്വിരാജിനെ ഈ ഒരു പടത്തിൽ അഭിനയിപ്പിച്ചത്. അതായത് നടനെ വേണമെങ്കിൽ മാറ്റാം, പക്ഷെ വില്ലനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും ഒരു ക്യാരക്ടറിന് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പൃഥ്വിരാജ് സമ്മതിക്കാതെയാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ മറ്റ് ഇൻഡസ്ട്രികളെ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു നടനുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുമാണ്. മമ്മൂട്ടിനെ പോലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം ഈ 5 ഇൻഡസ്ട്രിയിലും നല്ല രീതിയിലുള്ള കണക്ഷനും ഉണ്ട്, നല്ല രീതിയിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ആടുജീവിതത്തിൻ്റെ റിലീസിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ എല്ലാ സ്റ്റേറ്റ്സിലും ആ സ്റ്റേജിലെ ഏറ്റവും ടോപ്പായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ ഒരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ വിശ്വസിച്ച് മാത്രമാണ്. ആളുടെ ആ ഒരു ഫ്രണ്ട്ലിയും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബേസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ അത്തരത്തിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മനുഷ്യനെ അങ്ങനത്തെ രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ആളുടെ ഒരു വിഷൻ എനിക്ക് സമ്മതിച്ചു കൊടുക്കാതെ. കാരണം ഇത്രയും വർഷം സിനിമ എന്ന് പറഞ്ഞ ഒരു പാഷനിൽ ഓരോരോ കഥാപാത്രങ്ങളെയും ഓരോരോ വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ഒരു പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സിനിമകൾ, കാരണം പൃഥ്വിരാജ് പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം ആൾക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ പൃഥ്വിരാജിൻ്റെ നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് എമ്പുരാൻ, അത് അടുത്ത വർഷമൊക്കെ ആയിട്ട് റിലീസ് ഉണ്ടാവും. അതുകൂടാതെ പൃഥ്വിരാജിന് ഇനി ആടുജീവിതം കഴിഞ്ഞിറങ്ങാൻ നിൽക്കുന്ന മലയാള സിനിമകൾ ഉൾപ്പെടെയുള്ള സിനിമകൾ വലിയ പ്രതീക്ഷകളാകുന്ന രീതിയിലുള്ള സിനിമകളാണ്. അപ്പോൾ അത്രയും വലിയ പടങ്ങൾ, കാളിയനടക്കം വലിയ പടങ്ങൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഒരു 5-6 പടങ്ങൾ അങ്ങനത്തെ രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പ്രൊഡക്റ്റായി ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രതികരണം എങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ മനുഷ്യൻ ഈ പടമൊക്കെ കമ്മിറ്റ് ചെയ്ത് ഏകദേശം ഇങ്ങനത്തെ രീതിയിലുള്ള പടങ്ങൾ എൻ്റെ ഇൻഡസ്ട്രിക്ക് വേണമെന്ന് മുമ്പേ ചിന്തിച്ചൊരു മനുഷ്യനാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു. അപ്പോൾ ആളെ എനിക്ക് ഈ ഒരു ഇതിൽ പറയാതെ വയ്യ. കാരണം ആടുജീവിതത്തിൻ്റെ സക്സസ്സിൽ പൃഥ്വിരാജിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഒരു നടൻ ഇനിയാണ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയും പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മേഖലയും. കാരണം പൃഥ്വിരാജ് കൈവെക്കാത്തൊരു മേഖല ഇനി സിനിമ ഇൻഡസ്ട്രിയിൽ ഏതാണ്. കാരണം സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കും അറിയാം, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അറിയാം, ഡയറക്ഷൻ അറിയാം, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, ഇതൊക്കെ ബേസ് ചെയ്ത് ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഇതിനെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന നടന്മാർ നമ്മൾ ഇൻഡസ്ട്രി വളരെ കുറവാണ്. പക്ഷേ പൃഥ്വിക്ക് ഇതെല്ലാം അറിയാം, പക്ഷേ ആളതൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇനി ഇതൊക്കെ ചെയ്തു തുടങ്ങാൻ അറിയില്ല. കാരണം ആൾ ഡയറക്ഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയായിരിക്കും നമുക്ക് നമ്മളുടെ കഴിഞ്ഞ 2 ഇറങ്ങിയ സിനിമകൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. ലൂസിഫർ ആയാലും ബ്രോഡാഡി ആണെങ്കിലും 2 വ്യത്യസ്ത രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് നോക്കി. ഇപ്പോൾ ബ്രോഡാഡി പലരും പറഞ്ഞു, അതായത് ലൂസിഫറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മോശമായി തോന്നി. 2 സബ്ജക്റ്റാണ്. പക്ഷേ ബ്രോഡാഡി ഇപ്പോഴും എത്ര റിപ്പീറ്റ് വാച്ച് ആയിട്ടുള്ള സിനിമയായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എമ്പുരാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്, ഞാൻ അടക്കം. എങ്ങനത്തെ രീതിയിൽ അത് പറയുന്നു കണ്ടിരുന്ന് നോക്കാം. എന്തായാലും പൃഥ്വിരാജിനെ സമ്മതിക്കാതെ വയ്യ. കാരണം ഹെഡ്സ് ഓഫ് യു മാൻ.